പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ നമുക്കറിയാം അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മഴ പെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് സാഹചര്യമെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, മഴയാണ്, ശക്തമായ മഴയുണ്ടോ? എന്താണ് അവസ്ഥ? മനു, എന്തായാലും അതിശക്തമായ മഴ ഇന്നലെ രാത്രി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മഴ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് പകൽ മഴ തുടങ്ങിയിരിക്കുകയാണ്. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ പല ഭാഗത്തും കാണുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ മനു ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഈ നെല്ലിയാമ്പതി, അട്ടപ്പാടി മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലുണ്ട്. ആ മേഖലകളിലൊക്കെ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഈ ഒറ്റപ്പാലത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഭാരതപ്പുഴ അതുകൊണ്ട് തന്നെ കരകവിഞ്ഞൊഴുകുന്നു. പ്രദേശങ്ങളിലുള്ളവർക്ക്, സമീപ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പൊന്നും ഇപ്പോൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിൽ പാലക്കാടില്ല. ഇന്ന് യെല്ലോ അലർട്ടാണ്, അവധിയും നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്ക്. കാരണം കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ പാലക്കാട് കനത്ത മഴയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കനത്ത മഴയത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ തമിഴ്നാട്ടിൽ നിന്ന് അടക്കം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നതാണ്. ഇന്നലെ അങ്ങനെ വലിയൊരു ദുരന്തമുണ്ടായ, ഒരു മരണം തന്നെ ഉണ്ടായി. പാലക്കുഴി വെള്ളച്ചാട്ടം കാണാനെത്തിയ കോയമ്പത്തൂരിൽ നിന്നൊരു സംഘം അപകടത്തിൽ പെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതിലൊരു സ്ത്രീ മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ മലമ്പുഴയിലൊക്കെ വലിയ തോതിൽ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്നുണ്ട്. ഇതൊക്കെ വലിയ അപകടങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്നലെ ജില്ലാ കളക്ടറാണെങ്കിൽ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം, അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലായിടത്തും പോലീസിനെ നിർത്തി നിയന്ത്രിക്കുക എന്നത് സാധ്യമല്ല. അപ്പോൾ സ്വന്തം നിലയ്ക്ക് തന്നെ മാറേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും ഈ പാലക്കാടിന് പല വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഡാമുകൾക്ക് സമീപം ഒക്കെ വലിയ തരത്തിൽ ആളുകൾ എത്തുന്നു. അത് വലിയ തരത്തിൽ അപകടങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് മഴ കനത്ത് വരുന്നൊരു സാഹചര്യത്തിൽ. അതാണ് ഒരു വലിയൊരു പ്രതിസന്ധിയായി തോന്നുന്നത്. മറ്റൊന്ന്, അട്ടപ്പാടി, നെല്ലിയാമ്പതി മേഖലകൾ കൂടി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ്. കാരണം പല കാലഘട്ടങ്ങളിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മഴ തുടർന്നാൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. ഇന്നലെ വരെ ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കണക്കനുസരിച്ച് 19 വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. 9 വീടുകൾ പൂർണ്ണമായും തകർന്നു. 8ഓളം ഡാമുകളുണ്ട്. അതിൽ ഈ മംഗലം ഡാമിൽ മാത്രമാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് ഉള്ളത്. കാരണം പരമാവധി സംഭരണശേഷി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 5 ഷട്ടറുകളും 30 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. ഈ മലമ്പുഴ ഡാമിലേക്ക്, സംഭരണശേഷിയിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ തരത്തിലേക്ക് എത്തിയില്ല. കാരണം വൃഷ്ടിപ്രദേശങ്ങളിൽ, മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതുകൂടി നിറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൂടി സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത്. ശരി, ഓക്കെ. സന്തോഷ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. സന്തോഷ് പറഞ്ഞത് കേട്ടല്ലോ, ഈ പറയുന്നത് പോലെ ഈ മഴക്കാലത്ത് ചില ആളുകൾ ഇപ്പോഴും വിനോദസഞ്ചാരത്തിന് പോവുക. മര്യാദയ്ക്ക് വീട്ടിലിരിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം പണി മേടിച്ചു കൂട്ടരുതെന്ന് മാത്രമേ നമുക്ക് ഇത്തരക്കാരോട് പറയാനുള്ളൂ. വിവരങ്ങളാണ് സന്തോഷം നൽകിയത്.